ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. നമ്മുടെ മനോഭാവം മാറ്റാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, അങ്ങനെ മാറ്റം വരുത്തിയൊരു മനോഭാവവുമായി നാം ജീവിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും ആ ജീവിതം? ഇത് പരിപൂർണമായിട്ട് റിസർച്ച് ചെയ്ത ഒരു സമൂഹമാണ് ഭാരതത്തിലെ പൂർവികർ. അപ്പം അവർ ഒരു മാനസികമായ പരിവർത്തനത്തിന് അവർ തയ്യാറായി. ഗുരുക്കന്മാർ പറഞ്ഞ രീതിയിൽ അവർ ജീവിച്ചു. ഗുരുക്കന്മാരാണെങ്കിൽ അവരുടെ അനുഭവത്തിൽ നിന്നും രൂപപ്പെട്ട അറിവിലാണ് പറയുന്നത്. അപ്പോൾ ഒരു സമൂഹം ഗുരുക്കന്മാർ പറഞ്ഞതിനനുസരിച്ച് കൃത്യനിഷ്ഠമായി അവരെ ജീവിതം കൊണ്ടു നടന്നപ്പോൾ അവർക്കുണ്ടായ ഒരു മാറ്റം അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തായിരുന്നു. രത്നാകരൻ എന്ന് പറയുന്ന ഒരു കള്ളനിൽ നിന്നാണ് വാത്മീകി ജനിച്ചത്. ഗുരുക്കന്മാർ കാണിച്ച വഴിയിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു. മറ്റൊന്നുമല്ല, മനസ്സിനെ പരിവർത്തനം വരുത്തി. ഇതുപോലെ നാം നമ്മുടെ മനസ്സിനെ ഉയർത്തുന്ന ചില സാധനാനുഷ്ഠാനങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്താൽ പരിവർത്തനം അഥവാ മാറ്റം, വികാസം ഉള്ളിൽ സംഭവിച്ചേ പറ്റൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്, കടമയാണ്, റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ മനസ്സിനെ പരിവർത്തനം വരുത്താനുള്ള ആ കഴിവിനെ വികസിപ്പിക്കൽ. പരിവർത്തനം വന്ന മനസ്സിലൂടെ ജീവിക്കുമ്പോൾ മഹാന്മാർ പറയുന്നത് ധൈര്യവും ശക്തിയും കരുത്തും വളരെ വളരെ കൂടുതലാണെന്നാണ്. കാരണം മനസ്സിൻ്റെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. എന്നാൽ നേരെ മറിച്ച് നാം ഇതൊക്കെ വിസ്മരിച്ച് നാം കാണുന്നതും കണ്ടതും കേട്ടതും മാത്രം സത്യമെന്ന് കരുതിപ്പോയാൽ, മനസ്സ് ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ ചേർന്നുകൊണ്ട് യൗവനകാലത്തിലൊക്കെ മനസ്സിനൊരു ശക്തിയും ധൈര്യമൊക്കെ കിട്ടും. കാരണം ഈ ശരീരത്തിൻ്റെ ഒട്ടലിൽ നിന്നും കിട്ടുന്ന ചില സുഖങ്ങൾ. എന്നാൽ പ്രായവും മറ്റും രോഗങ്ങളും വന്ന് ശരീരത്തെ ഉപദ്രവിക്കുമ്പോൾ തളരേണ്ടി വരും, കരയേണ്ടി വരും, പതറേണ്ടി വരും. കാരണം ശരീരത്തിൻ്റെ ഊർജം പോയാൽ മനസ്സിൻ്റെ ഊർജവും പോകും. ചില കൃഷി ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ വാഴയൊക്കെ കൃഷി ചെയ്യുമ്പം കുലച്ച വാഴകളെയൊക്കെ നമ്മളൊരു താങ്ങ് കൊടുത്ത് നിലനിർത്തും. എന്നാൽ ആ താങ് എന്ന് പറയുന്ന സാധനം വേണ്ടത്ര ശക്തിയിൽ ആഴത്തിൽ കുഴിച്ചിട്ടില്ല എങ്കിൽ നല്ലൊരു കാറ്റടിച്ചിട്ട് ആ താങ് വീണുപോയാൽ പാവം വാഴയും ഒടിഞ്ഞു വീണിട്ടുണ്ടാവും. കാരണം ആ വാഴയ്ക്ക് സ്വയം താങ്ങാനുള്ള കരുത്തില്ല. ഇതുപോലെയാണ് ഇപ്പം നാം ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ മാത്രം സുഖം കണ്ടെത്തുന്നത്. എന്നാൽ എപ്പോൾ ശരീരത്തിൻ്റെ താളത്തിൽ എന്തെങ്കിലും മാറ്റം വന്നതോടുകൂടി മാനസികമായി നാം തളരും എന്ന് മറക്കരുത്. സമൂഹത്തിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾ ഒന്ന് ഹോസ്പിറ്റലുകളിൽ പോയി നോക്കിയാൽ മതി. നല്ല യുവതീ യുവാക്കളും മാനസികമായി അയ്യോ എന്ന് പറഞ്ഞ് കരയുന്ന കാണാൻ നിൽക്കുക. ശരിയാണ്. കാരണം ശരീരം തളർന്നപ്പോൾ മനസ്സും തളർന്നു. ഭാരത സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സിൻ്റെ കരുത്ത് സാധനാനുഷ്ഠാനങ്ങളിലൂടെ നേടിയെടുക്കണം. സാധനാനുഷ്ഠാനങ്ങളിലൂടെ മനസ്സിൻ്റെ കരുത്ത്, അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് മനസ്സിൻ്റെ കരുത്ത് അതിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് പ്രതികൂലമായ സാഹചര്യത്തിലും മനസ്സിൻ്റെ ശക്തിയും കരുത്തും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഭാരതത്തിൽ ശരശയിൽ കടന്നുകൊണ്ടും വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭോ ഭൂതഗത് ഭൂതബുദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന എന്ന് വ്യാസമഹർഷിയുടെ മഹാഭാരതത്തിലും ഭാഗവതത്തിലും വർണ്ണിച്ചിരിക്കുന്ന വലിയൊരു മഹാനായ ഭീഷ്മ പിതാമഹനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാരിദ്ര്യത്തിൻ്റെ നടുവിലും ശരീരം തളർന്ന് അവശമാകുമ്പോഴും കൃഷ്ണ കൃഷ്ണേതി ജപിച്ചുകൊണ്ട് അങ്ങനെ ഒരു മഹാൻ ജീവിച്ചിരുന്നു. എന്നിട്ടും അവസാനം എന്താ പറയണത് അറിയോ? അദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹമുള്ളൂ.
അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല. എന്താ വേണ്ടത്? തസ്സൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത്തൽ പുരുഷപ്രസംഗ മേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ. ദാരിദ്ര്യം എന്നെ പിടികൂടിയാലും മനസ്സെപ്പോഴും സച്ചിന്തകളിലും സദ്ഭാവനകളിലും സത്സംഘങ്ങളിലും കൂട്ടുകെട്ടിലും മാത്രമേ കൃഷ്ണ വരാവൂ. അപ്പം മനസ്സ് നല്ല ചിന്തകളിലേക്ക് തിരിച്ചു വിട്ടാൽ നമുക്ക് പരിവർത്തനമുണ്ടാകും എന്നത് ഇവരുടെയൊക്കെ അനുഭവത്തിലൂടെ നമുക്ക് പറയാൻ പറ്റും. ജീവിച്ചിരുന്ന സ്വാമി വിവേകാനന്ദനായാലും അതുപോലെ രാമകൃഷ്ണ പരമഹംസർജിയായാലും രമണ മഹർഷിയായാലും തുടങ്ങിയ അനവധി 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 ഗുരുപരമ്പരകൾ, കേരളത്തിൽ തന്നെ ജനിച്ച ശങ്കരാചാര്യ സ്വാമികളും നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളികളും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഗുരുപരമ്പരകളുടെ ഈ പവിത്ര ഭൂമിയിൽ അവരൊക്കെ മനസ്സിനെ സാധനാനുഷ്ഠാനത്തിലൂടെ പരിവർത്തനം വരുത്തിയവരാണ്. അപ്പം നമുക്ക് സാധനാനുഷ്ഠാനം വേണമോ എന്നതാണ് പ്രധാന ചോദ്യം. അപ്പം ഈ സാധനാനുഷ്ഠാനങ്ങൾ നാം കൊണ്ടു നടക്കാൻ തയ്യാറാണെങ്കിൽ, കൃത്യനിഷ്ഠ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ക്രമേണ, കാരണം ഉള്ളിലേക്ക് അങ്ങനെ എളുപ്പത്തിൽ കയറി ചെല്ലാൻ പറ്റില്ല. മനസ്സിൽ വലിയ ശക്തി രൂപപ്പെടും. ആ വ്യക്തികൾക്കുണ്ടാകുന്നൊരു പരിവർത്തനം നാം ഗീതയിലൂടെ തന്നെ കാണണം. എന്ത് മനോഹരമായൊരു ജീവിതമായിരിക്കുന്നു. അപ്പം അത് നേടിത്തരാൻ കൃഷ്ണൻ ചില ടിപ്പുകൾ നമുക്ക് കാണിച്ചു തരികയാണ്. നാം എത്തി നിൽക്കുന്നത് 4-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകമാണ്. ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. 19ഉം 20ഉം ഒരുമിച്ച് ചൊല്ലണം. പക്ഷേ 19 കഴിഞ്ഞ ക്ലാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുകൊണ്ട് 20ാമത്തെ ശ്ലോകത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. തെക്ത്വാ കർമ്മഫലാസംഘം നിത്യതൃപ്തോ നിരാശ്രയാം കർമ്മണ്യഭിപ്രവർത്തോഭി നൈവ കിഞ്ചിത് കരോതി സാം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടു, നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ആലസ്യവും അവശതയും അസ്വസ്ഥതയുമാണ്. ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ പിടികൂടാതിരിക്കാനുള്ള മാർഗമാണ് സത്സംഗം അഥവാ നാം ചെയ്യുന്ന സാധനാനുഷ്ഠാനം എന്നൊക്കെ നമ്മൾ കണ്ടു. ഇത്തരത്തിലുള്ള സാധനാനുഷ്ഠാനങ്ങൾ മനുഷ്യൻ ചെയ്യുമ്പോഴും മനുഷ്യൻ അറിഞ്ഞിരിക്കണം, എൻ്റെ കർമ്മ മേഖലയിൽ എനിക്കങ്ങോട്ട് മുഴുകിച്ചേരണമെങ്കിൽ, അലിഞ്ഞു ചേരണമെങ്കിൽ മനസ്സിലെ ചില സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തണം. അതിലൊന്നാമത്തതാണ് ഞാൻ പറഞ്ഞു, കൃത്യനിഷ്ഠ കൊണ്ട് മാറ്റണം. എന്നതുപോലെ തന്നെ നാം എപ്പോഴും കടപ്പാടുള്ളവരായിരിക്കണം. മറ്റുള്ളവരോട് അത്യന്തം നമുക്ക് ഒരു വിനയ വിവേക വിചിന്തനമുണ്ടായിരിക്കണം, ആദരവുണ്ടായിരിക്കണം. കാരണം നാം നമ്മളായിട്ടിരിക്കുന്നതിന് കാരണം എന്നാൽ അച്ഛനും അമ്മയല്ലേ, അവരെയൊക്കെ മനസ്സിൽ നമിക്കണ്ടേ? ആ കടപ്പാടൊന്നും ഇല്ലേ നമുക്ക്? അപ്പം ഇന്ന് ഞാനെല്ലാം എൻ്റെ വിജയം എൻ്റെ 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 എന്നങ്ങോട്ട് സ്വാർത്ഥമായ അഹങ്കാരമായി ആഘോഷിക്കുമ്പോൾ എന്നെ ഞാനാക്കിയ ഒരു ശക്തി അവരെയൊക്കെ മറക്കാൻ പാടില്ല. രണ്ടാമത്തത്, എൻ്റെ ബ്രെയിൻ സിസ്റ്റത്തിന് ഇതെല്ലാം ഓർക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ എനിക്ക് കഴിവ് തന്ന ഈ കൈകാലുകളൊക്കെ ചലിക്കുന്നില്ലേ? ഇതൊക്കെ നിങ്ങൾ എന്ത് ശാസ്ത്രീയമായ എന്ത് സയൻസ് വ്യാഖ്യാനിച്ചാലും ശരി, ഒരു കാര്യം ഉറപ്പല്ലേ, ഒരു അനന്തമായ ശക്തിയുടെ സഹായം അനുഗ്രഹം കൊണ്ടല്ലേ ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണെങ്കിൽ ഒന്ന് നമിക്കേണ്ടത് ആവശ്യമില്ലേ? പ്രഹ്ലാദൻ പറഞ്ഞ പോലെ യോന്ത പ്രവിശ്യമവാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വതാം നാം അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ പരമമായ സത്യത്തിന് ശക്തിക്ക് എൻ്റെ വിനീതമായ പ്രണാമം, ഒരു നമസ്കാരം. മൂന്നാമത്തത്, നമുക്ക് ഒരു ജോലിയുടെ ഭാഗ്യം തന്ന സമൂഹത്തോട്, അതിനോട് നാം കടപ്പെട്ടവരല്ലേ. എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയല്ലോ ഭഗവാനെ, എന്തൊരു ഭാഗ്യമാണെന്നുള്ളത്. ആ ഹന്തഭാഗ്യം ജനാനാം, ആ ഭാഗ്യത്തെ ഓർത്ത് നമിക്കുക. നാലാമത്തത്, ഈ ഭാഗ്യത്തെ ഓർത്ത് സ്മരിക്കുമ്പോഴും നാം ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമഗ്രതയിൽ എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് അവസരങ്ങൾ തന്നിരിക്കുന്ന ആ സമൂഹത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ എന്ത് ജോലിയാണ് ആ ജോലി,
അതുപോലെ തന്നെ നമുക്ക് അറിവും കഴിവും ശക്തിയും തരുന്ന സമൂഹത്തോടൊപ്പം തന്നെ പിന്നെ ഈ പ്രകൃതി അല്ലെങ്കിൽ അച്ഛനമ്മമാരോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർക്കു വേണ്ടിയാണോ നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് അവർക്കതിൻ്റെ പ്രയോജനം ഉണ്ടാകണേ എന്ന പ്രാർത്ഥന. എല്ലാ ഓഫീസുകളിലും വർക്ക് ചെയ്യുന്നവർ ഈ ഒരു പ്രാർത്ഥന ചെയ്തു നോക്കുന്ന 4 കാര്യം. അച്ഛനെ അമ്മയെ നമിക്കുന്നു, എനിക്ക് കഴിവും ശക്തിയൊക്കെ തന്ന അറിവിൻ്റെ ശക്തി തന്ന ഈശ്വരന്മാരെ അല്ലെങ്കിൽ ജഗദീശ്വരനെ ഞാൻ നമിക്കുന്നു, എനിക്ക് ഈ ഒരു ഭാഗ്യം തന്ന ജോലിയുടെ ഭാഗ്യം തന്ന ഏത് സ്ഥാപനമാണോ ഏത് ഗവൺമെൻറ്റാണോ ആ സിസ്റ്റത്തെ ഞാൻ നമിക്കുന്നു, എൻ്റെ പ്രവൃത്തി കൊണ്ട് ആർക്കാണോ ജീവിതത്തിൽ ഫലമുണ്ടാകേണ്ടത് അല്ലെങ്കിൽ പ്രയോജനമുണ്ടാവേണ്ടത് അവരുടെ ജീവിതത്തിൽ ഒരു ധന്യത ഉണ്ടാവേണ്ടത് അവരെയും ഞാൻ നമിക്കുന്നു. ഇങ്ങനെ കടപ്പാടുള്ളവരായി തീരുക. എല്ലാവരും പരസ്പരം ഒരു സമവർത്തിത്വത്തിൽ കടന്നു പോയാൽ ആ ഒരു സമൂഹം എത്ര ഗംഭീരമായിരിക്കും. എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാനോ മറ്റുള്ളവരുമായി മത്സരിക്കാനോ അല്ല വന്നത്. മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് മറ്റുള്ളവരുമായി മത്സരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന തീർത്തും നിരാശയാണ്. നിങ്ങൾ പോരാളികളാവാനല്ല വന്നത്, തേരാളികളാവാനാണ്. ഭാരത സംസ്കാരം തേരാളികളുടെ സംസ്കാരമാണ്. തേര് നയിക്കുന്ന, അതാണ് സ്വാമി വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, ഭാരതത്തെ നയിക്കുന്ന ഒരു തേരാളിയായി തീരുക. പോരാളികൾ വെറും, നമ്മൾ കണ്ടിട്ടില്ലേ ഞാൻ വലിയ പോരാളിയാണെന്ന്. ഈ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ചില ധാർഷ്ട്യത്തിൽ അവർ പോരാളികളെന്ന് പറയും. പോരാളി എന്ന് പറയുന്ന ആരോട് പോരടിക്കാൻ വന്നവരാണ്, എപ്പോഴും ശത്രുവിനെ കാണുന്നവരാണ്, ദുഷ്ടത്തരമാണ് മനസ്സിൽ. പോരാളിക്ക് എപ്പോഴും നശിപ്പിക്കുന്ന പ്രവണതയാണ്. തേരാളി നയിക്കുന്നവനാണ്, ഒരു സമൂഹത്തെ ഉയർത്തുന്നവനാണ്. അർജുനനെ നയിച്ച ശ്രീകൃഷ്ണനാകുന്ന തേരാളിയെപ്പോലെ നമുക്ക് മുന്നേറണം. നമുക്ക് തേരാളിയാവുന്നതോടൊപ്പം തന്നെ പോരാളിയും ആവേണ്ടതുണ്ട്. അങ്ങനെ പോരിന് വരുന്നവരോട്, എല്ലാവരോടും വരുന്നതല്ല, പോരിന് വരുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ പോരാളിയാണ്. പക്ഷേ എപ്പോഴും നാം തേരാളിയാണെന്ന് മറക്കരുത്. സ്വയം ഉയർത്തുകയും മറ്റുള്ളവരെ ഉയരാൻ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നവർ. നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ നിങ്ങൾക്ക് എന്താണ്ടാവുക? സന്തോഷം. അപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് ഈ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. ഈ സന്തോഷം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ജോലി ചെയ്താൽ നിങ്ങൾക്ക് ശമ്പളം വേണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശമ്പളം കിട്ടണം. ഇതുപോലെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ കർമ്മം ചെയ്യുന്നത്, ഒരു ഏത് സ്ഥാപനത്തിലായാലും ശരി, നിങ്ങൾ ഗവൺമെൻറ് സ്ഥാപനത്തിലായാലും ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന പോലെ തന്നെ നിങ്ങൾ അടുത്ത് വരുന്നവർക്ക് നിങ്ങളിൽ നിന്ന് സേവനവും കിട്ടണം. നിങ്ങളിൽ നിന്ന് സേവനം കിട്ടണ്ടേ? ശമ്പളം കിട്ടുന്നതിൽ നിങ്ങൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നോ അത്രയും പ്രാധാന്യം സേവനത്തിനും കൊടുക്കൂ. നമ്മൾ സേവനത്തിൽ കോംപ്രമൈസ് ചെയ്യുക. എൻ്റെ അടുത്ത് വരുന്നവരെ അതൊന്നും എൻ്റെ ജോലിയല്ല, ഞാൻ എൻ്റെ ജോലി ഇത് മാത്രമേ ഉള്ളൂ, ഞാനത് മാത്രമേ ചെയ്യുള്ളൂ, അത് ശരിയല്ല. നമ്മുടെ അടുത്ത് വരുന്ന ഏതൊരാളെയും സന്തോഷിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം. സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നോക്കൂ സാറേ ഒന്ന് കൈപൊക്കും ഞാനൊന്ന് ഇടുക്കളിയാക്കി തരാമെന്നുള്ളതല്ല. അതല്ല സന്തോഷിപ്പിക്കുക. അവർക്കെന്താണോ പ്രശ്നം, അവരുടെ പ്രയാസങ്ങൾ എന്താണോ, അവരുടെ ബുദ്ധിമുട്ട് എന്താണോ, അതിനവരെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടി. ഈ കേരളത്തിൽ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും ഒരു പേപ്പർ കൊണ്ടുചെന്ന് ഈ പേപ്പറല്ല അതിൻ്റെ അപ്പുറത്തെ പേപ്പർ വേണമെന്ന്, അവൻ്റെ ഒടുക്കത്തെ പേപ്പർ അന്വേഷണമാണ്. ഇതൊരു കഷ്ടമാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. എന്നിട്ട് ഇവർക്കൊക്കെ എന്താ കിട്ടാൻ പോകുന്നത്? സമാധാനമായിട്ട് മരിക്കുന്നുണ്ടോ? ഒറ്റ എണ്ണം മരിക്കണില്ല. ഇവരൊക്കെ അവസാനം പോയി കിടക്കുന്നത് വെന്റിലേറ്ററിൽ, എന്നിട്ട് ശ്വാസമില്ലാതെ ശ്വാസം പിടിപ്പിച്ചിട്ട് ഇങ്ങനെ എത്ര ആൾക്കാരെ ശ്വാസം മുട്ടിച്ചിട്ടുണ്ടോ അതൊക്കെ അവൻ ആ വെന്റിലേറ്ററിൽ നിന്ന് അനുഭവിക്കും. ഇവരൊന്നും രക്ഷപ്പെടില്ല. അങ്ങനെ ബുദ്ധിമുട്ടിച്ചാലൊന്നും നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, കർമ്മത്തിനെല്ലാം പ്രതികർമ്മമുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണം. രക്ഷപ്പെടാൻ പറ്റില്ല നമുക്ക്. ഇതെൻ്റെ ഒരു വെല്ലുവിളിയല്ല. ദിസ് ഇസ് എ സയൻസ് ഐ എം ടോക്കിംഗ് അബൌട്ട്. എവരി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നത് സ്വാമി ഉദിച്ചതിനെയല്ല പറഞ്ഞത്, ഇവിടുത്തെ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു വെച്ച വാക്കാണ്. ഞാൻ ചെയ്യുന്നത് എനിക്ക് തന്നെ തിരിച്ചടിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കതിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരമാവട്ടെ, മറ്റൊരാൾക്ക് പ്രയോജനമാവട്ടെ, മറ്റൊരാൾക്ക് എന്നെക്കൊണ്ട് സന്തോഷമുണ്ടാവട്ടെ. എന്തൊരു ഭാരതത്തിൻ്റെ സംസ്കൃതി അതാണ്.
സഹനാവവതോ സഹനോ ഭുനക്തോ സഹവീര്യം കരവാവഹേ തേജസ്വിനാപതി നമസ്തു മാ വിദ്വിഷാവഹേ. എന്നിൽ നിന്ന് ആർക്കും വിദ്വേഷവും വെറുപ്പും പകയും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. സഹവീര്യം കരവാവഹേ. എന്നിൽ നിന്ന് മറ്റൊരാൾക്കൊരു പ്രചോദനമുണ്ടാവട്ടെ, വീര്യമുണ്ടാവട്ടെ, ഉണർവുണ്ടാവട്ടെ. എന്തൊരു ഭാവനയാണ് നോക്കൂ നിങ്ങൾ. ഇതാണ് ഭാരതത്തിൻ്റെ സംസ്കൃതി. അതുകൊണ്ട് അങ്ങനെ കർമ്മം ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പം ആദ്യം നമുക്ക് കടപ്പാട് അച്ഛനോടും അമ്മയോടും ഈശ്വരനോടും സമൂഹത്തോടും, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടും, അവസാനം ഏറ്റവും വലിയ കടപ്പാട് നമ്മുടെ അടുത്ത് വരുന്ന ആളുകളോടാണ്. അവർക്ക് സന്തോഷം എന്നിൽ നിന്നുണ്ടാവട്ടെ, അവർക്ക് അവരുടെ കാര്യങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ, പ്രയാസങ്ങൾ തീർന്നു പോട്ടെ, അവർക്ക് പരിഹാരം കൊടുക്കാൻ എനിക്ക് സാധിക്കട്ടെ, അതിനെനിക്ക് ശക്തി തരുമെന്ന്. ഇങ്ങനെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദരണീയരാണ്, ബഹുമാന്യരാണ്, വളരെയധികം സംതൃപ്തരായിരിക്കും. കാരണം നിങ്ങൾ ചെയ്യുന്ന കർമ്മം, പ്രവൃത്തി കൊണ്ട് എത്രയോ ആളുകളുടെ മനസ്സിലൊരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നെങ്കിൽ ഇതിൽ പരം ഒരു കൃതാർത്ഥത നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ പോലും തോന്നില്ല. അത്രയും കൃതാർത്ഥതയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് സർവീസ് എടുക്കുമ്പോഴും ഒരു ഫീഡ്ബാക്ക് കൊടുക്കണം. എന്നിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ അതിൽ സ്റ്റാർ കൊടുക്കും. എക്സലൻ്റ് ആണോ, പൂവറാണോ, വെരി പൂവറാണോ, അട്ടർലി പൂവറാണോ, ഗുഡാണോ, ബെറ്ററാണോ, ബെസ്റ്റാണോ, എക്സലൻ്റ് ആണോ എന്നൊക്കെയുള്ള ചില ഗ്രാഫിക് കമ്പാരിസൺ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്കത് മനസ്സിലാവും. ചില ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചിലർ വളരെ സപ്പോർട്ടിംഗ് ആണ്, ക്ലിയറായിട്ട് പറഞ്ഞ്. ചിലർ പറയും അതൊന്നും എനിക്കറിയില്ല, അവിടെ ചോദിക്കണം, ഇവിടെ ചോദിക്കണം, ഈ നമ്പറിൽ അടിക്കും, മറ്റേ നമ്പറിൽ അടിക്കും, മറ്റേ നമ്പറിൽ വിളിച്ചാൽ കിട്ടുമെന്ന്. കുറേ കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലത് നമ്മളെ കളിപ്പിക്കുകയാണ്. ഈ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെ മനുഷ്യനെ വെച്ച് അതിനെ മുതലെടുക്കുന്ന ഒരു വേട്ടക്കാരനായിട്ട് ആരും മാറരുത്. നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ വേട്ടക്കാരനായാൽ നമ്മൾ രക്ഷപ്പെടുന്നു. ഒക്കെ തൽക്കാലം രക്ഷപ്പെടും. പക്ഷേ ഇരയും ഒരു ദിവസം വേട്ടക്കാരനാവും, തിരിച്ചത് അവരും വേട്ടക്കാരാവും. സമൂഹത്തിനും ഒരു ദിവസം തിരിച്ചറിവ് വരും. അപ്പം അതുകൊണ്ട് നാം ആരുടെയും വേട്ടക്കാരനുമല്ല, ആരുടെയും വേട്ടയ്ക്ക് ഇരയാകുന്നവരുമല്ല. മറിച്ച് പരസ്പരം സഹനാഭവതു സഹനോ പുനക്തു സഹവീര്യം കരവാവഹേ മുന്നോട്ട് പോകുന്നവരാണ്. അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞ കർമ്മഫലാസംഗം ത്യക്ത്വാ നിത്യതൃപ്തോ നിരാശ്രയ. നമ്മുടെ സാധനാനുഷ്ഠാനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട്, അതിൽ തൃപ്തി കണ്ടെത്തിക്കൊണ്ട്, അതിൽ മനസ്സലിഞ്ഞുകൊണ്ട്. അപ്പം നമ്മൾ ആ അലിവിനെയാണ് തൃപ്തി എന്ന് പറയുന്നത്. മനസ്സ് അലിഞ്ഞു ചേരുന്നതിൻ്റെ പേരാണ് സന്തോഷം, സംതൃപ്തി. മനസ്സിനെ അലിയിപ്പിച്ചെടുക്കുക, ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവിപ്പിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. ഏറ്റവും പ്രയാസകരമായൊരു കാര്യമാണ്. കാരണം മനസ്സെന്ന് പറയുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല വാസനകളുടെ, ചിന്തകളുടെ അടിമയായിപ്പോയി. ഇന്ന് ദുർബലമായൊരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ സാധനാനുഷ്ഠാനങ്ങളിലൂടെ കരുത്താർജിപ്പിച്ചുകൊണ്ട് ആ മനസ്സിനെ ക്രമേണ നമ്മുടെ കർമ്മമേഖലകളിലേക്ക് ലയിപ്പിച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന സുഖവും സന്തോഷവും സംതൃപ്തിയും കൊണ്ട് ഭഗവാൻ പറയുന്നു, മനസ്സിനെ ക്രമേണ സാധനയിൽ ആശ്രയിപ്പിക്കുക. സാധനയിലാണ് സുഖം, സാധനയിൽ മുഴുകുമ്പോഴാണ് സന്തോഷം, സാധനയാണ് എൻ്റെ ഏറ്റവും ശക്തിമത്തായ ഭാവം. ഞാൻ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ സാധനാനുഷ്ഠാനങ്ങൾ ഒരു തടസ്സവും കൂടാതെ, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഞാൻ അനുഷ്ഠിക്കും എന്നൊക്കെയുള്ള ചില പ്രതിജ്ഞകൾ നമ്മുടെ ജീവിതത്തിൽ പരിശീലിച്ച് നാം മുന്നോട്ട് കൊണ്ടുപോയാൽ നിരാശ്രയ. മറ്റുള്ളവരൊക്കെ അവിടെ ഇരുന്നോട്ടെ, എന്തും അവിടെ ഇരുന്നോട്ടെ. പക്ഷേ നിങ്ങൾക്ക് അവരാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യമെന്നോ, അവരാണ് നിങ്ങളുടെ മനസ്സിൻ്റെ സുഖമെന്നോ, അവരാണ് നിങ്ങളുടെ സർവസ്വമെന്ന് തോന്നില്ല. അതവരവിടെ ഇരുന്നോട്ടെ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സാധനയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ കരുത്തും ശക്തി എന്നുള്ളത്. അപ്രകാരം കർമ്മണി അഭിപ്രവൃത്തോപി, ആരാണോ തൻ്റെ കർമ്മമേഖലകളിൽ ആത്മാർത്ഥമായി മുഴുകുമ്പോഴും നൈവ കിഞ്ചിത് കരോതി, അവർക്കൊരിക്കലും ആ ചെയ്യുന്ന പ്രവൃത്തി ഒരു ബോറിംഗ് ആയി മാറില്ല, ഒരു ബേർഡനായിട്ട് മാറില്ല, സ്ട്രെസ്സായിട്ട് മാറില്ല, ഒരു ഹെവി വർക്കായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ ഒരു ഭാരിച്ച പണി താൻ ചെയ്യുന്നതായിട്ട് അവരുടെ മനസ്സിൽ തോന്നില്ല എന്ന് പറയില്ലേ. ഓവർലോഡാണ്, അല്ലെങ്കിൽ എനിക്ക് ഓവർ സ്ട്രെസ്സാണ്, ആ തരത്തിലുള്ള ഒരു കമൻറ്റും നിങ്ങളിൽ നിന്ന് വരില്ല. കാരണം നിങ്ങളത്രയും നിങ്ങളുടെ കർമ്മമേഖലകളിൽ ലയിച്ച് രസിച്ച് മുഴുകി ആസ്വദിച്ച് ആനന്ദിച്ച് കടന്നു പോകുന്നവരാണ്. അതേസമയം നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം കൊടുക്കുന്നവരാണ്.
മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാക്കുന്നവരാണ്, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നവരാണ്, മറ്റുള്ളവർക്ക് വ്യക്തത കൊടുക്കുന്നവരാണ്. അപ്പം ഈ തരത്തിലുള്ളൊരു പരിവർത്തനം മനുഷ്യന് സാധിച്ചാൽ ആ മനുഷ്യൻ സ്നേഹിക്കപ്പെടില്ലേ, എല്ലാവരും ആദരിക്കപ്പെടില്ലേ, എല്ലാവരും ബഹുമാനിക്കപ്പെടില്ലേ? ഇതിന് നിങ്ങളെ ക്വാളിഫിക്കേഷനായിട്ട് വല്ല ബന്ധമുണ്ടോ? നിങ്ങൾ ഏത് ഡിഗ്രി എടുത്തോളൂ, എന്ത് എൻജിനീയറോ എന്ത് നിങ്ങളുടെ ഡിഗ്രി എടുത്തോളൂ, പക്ഷേ നത്തിങ് ടു ഡു വിത്ത് യുവർ വർക്ക്. അതെല്ലാം നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈസ് ഓൺലി ഫോർ എ സർട്ടിഫിക്കറ്റ് ഫോർ എൻറ്ററിങ് ദ വർക്ക്. വൺസ് യു ആർ അറ്റ് ഫീൽഡ്, then attitude is more important. Attitude is more important, and attitude and action both should go together simultaneously. രണ്ടും ഒരുമിച്ച് പോകണം. എവിടെയാണോ ആക്ഷൻ അവിടേക്ക് ആറ്റിറ്റ്യൂഡ് വരണം. അതായത് ബുദ്ധി എവിടെ പ്രവർത്തിക്കുന്നോ അതിൽ മനസ്സലിഞ്ഞ് ചേരണം. എവിടെയാണോ കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നത് അവിടേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് അലിഞ്ഞു ചേരണം. അങ്ങനെ ഈ ബോധമനസ്സും ഉപബോധ മനസ്സും പരസ്പരം ചേർന്ന് സഹകരിച്ച് സമർപ്പിതരായി ഒരു കാര്യത്തിൽ മുഴുകുമ്പോൾ ആ പ്രവൃത്തി ഉത്കൃഷ്ടമാകുന്നു, അതുകൊണ്ടുള്ള പ്രയോജനം ശ്രേഷ്ഠമാകുന്നു. അതുകൊണ്ട് പലർക്കും പല രീതിയിൽ അവർക്കെന്താണോ അവരുടെ പ്രശ്നം അത് പരിഹരിക്കപ്പെടുന്നു. നിങ്ങൾ ആദരണീയരും ബഹുമാന്യരും സ്നേഹിക്കപ്പെടുന്നവരും സർവാത്മന എപ്പോഴും കൈകുപ്പി വന്ദിക്കുന്നവരുമായി നിങ്ങൾ മാറുന്നു. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ കംപ്ലീറ്റ് സമർപ്പണം. സമർപ്പയാമി കായേന വാച മനസ്യന്തിർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതസ്വഭാവത് കരോമി യത്യസകലം പരസ്മൈ നാരായണായി സമർപ്പയാമി. ഇത് പൂജാമുറിയിലോ അമ്പലത്തിലോ ചെന്ന് നമ്മൾ ചൊല്ലി അവിടുന്ന് പാത്രത്തിലിട്ട് വെച്ച പ്രസാദമെടുത്ത് വായിലിട്ടിട്ടൊക്കെ നാരായണായത് സമർപ്പയാമി എന്ന് പറഞ്ഞ് ജീവിക്കാനുള്ളതല്ല. അമ്പലത്തിൽ ചെന്ന് തൃമധുരം വാങ്ങിച്ചൊക്കെ നാരായണാദി സമർപ്പയാമി എന്ന് പറഞ്ഞിട്ട് വായിലേക്ക് ഒഴിച്ച് കഴിച്ച് തീർക്കാനുള്ളതല്ല. ഈ നാരായണാദി സമർപ്പയാമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, നീ നിൻ്റെ പ്രവൃത്തികളിൽ കർമ്മത്തിൽ പൂർണ്ണമായും ഒഴുകണം. അപ്പോഴേ നിനക്ക് ആനന്ദവും സന്തോഷവും സംതൃപ്തിയും കിട്ടുള്ളൂ. അപ്പോഴേ മറ്റുള്ളവർക്ക് ആ പ്രവൃത്തിയിൽ നിന്ന് പ്രയോജനമുണ്ടാവുള്ളൂ. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നപ്പോഴാണ്. നിങ്ങൾ നോക്കൂ, ഈ മനസ്സിനെ ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് കൊണ്ടുവരാനാണ് കൃഷ്ണൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത്. അത് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കുറേ മടുപ്പ് വരും. അതുകൊണ്ടാണ് ചില ആളുകൾ ഓവർ ഫോക്കസ് ചെയ്യാൻ, ഓവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ അവർ ടയേർഡാവുന്നത്. അപ്പം ആദ്യം നമ്മൾ സാധനാനുഷ്ഠാനങ്ങളിലേക്ക് മനസ്സിനെ ആദ്യം കൊണ്ടുവന്ന് ആദ്യം സാധനാനുഷ്ഠാനങ്ങളിൽ പ്രാണായാമവും പ്രണവവും അതുപോലെ ജപവും ധ്യാനവും അതിലൊക്കെ മനസ്സ് ക്രമേണ 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 ലയിപ്പിച്ച് 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 പിന്നെ കർമ്മമേഖലയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. നമ്മൾ പരീക്ഷണങ്ങൾ ലാബിൽ നടത്തിയിട്ട് പുറത്ത് നടത്തുന്ന പോലെ ആദ്യം അവനവൻ്റെ മനസ്സിനെ അവനവനിൽ ലയിപ്പിച്ച് ആഴണം വാഴണം നിന്മഹസാമാഴിയിൽ എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞ് എത്ര തവണ നമ്മൾ ആവർത്തിച്ചു. അപ്രകാരം നമ്മൾ സാധനാനുഷ്ഠാനത്തിൽ മുഴുകിയാൽ നമ്മുടെ കർമ്മമേഖലകളിലേക്ക് നമുക്ക് മനസ്സിനെ വ്യാപരിപ്പിക്കാൻ സാധിക്കുമ്പോൾ ആ കർമ്മത്തിൽ നിന്നും കിട്ടുന്ന ഫലവും ഉത്കൃഷ്ടമായിരിക്കും. ഇങ്ങനെ നമ്മളോട് ജീവിക്കാൻ ആഹ്വാനം ചെയ്യണം കൃഷ്ണൻ. പക്ഷെ ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ പ്രായോഗികമാക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം മൈൻഡ് കോപ്പറേറ്റ് ചെയ്യില്ല. മനസ്സെന്ന് പറയുന്ന സാധനം പൂർണ്ണമായും നമുക്ക് മുഴുകാൻ നമ്മൾ അനുവദിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട കാര്യങ്ങളാവണം. എല്ലാ ജോലിയും എല്ലാ സമയത്തും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ നമുക്ക് വളരെ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് പല വഴികൾ പറഞ്ഞു തരികയാണ്. കൃഷ്ണനത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം കൃഷ്ണൻ ഈ വഴിയിലൂടെയൊക്കെ കടന്നുപോയ ആളുമാണ്. അതുകൊണ്ട് മനസ്സിനെ ശരിക്കും അങ്ങനെ പിടിച്ചിരുത്തി ഒരു കാര്യത്തിൽ മുഴുകിക്കുക എന്നൊക്കെ പറയാൻ നമുക്ക് വളരെ വളരെ ലാഘവത്തോടെ പറയാം. പക്ഷെ പ്രായോഗികമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ആ പ്രായോഗികതയും കൂടി ഗീതയിലേക്ക് കൊണ്ടുവരാനാണ് ഓരോ ശ്ലോകങ്ങളിലൂടെ കൃഷ്ണൻ ആവർത്തിക്കുന്നത്. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ കാര്യം ഒന്ന് വിസ്തരിച്ച് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കിഷ്ടമല്ലെങ്കിൽ പോലും, അതായത് നമുക്ക് എല്ലാ സമയത്തും എല്ലായ്പ്പോഴും നമ്മുടെ കർത്തവ്യങ്ങൾ കടമകൾ ചെയ്യാൻ നമ്മുടെ മനസ്സ് കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല. അപ്പം അങ്ങനെയെങ്കിൽ എങ്ങനെ എൻ്റെ മനസ്സിനെ അവിടെയൊക്കെ കോപ്പറേറ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അതിലേക്കൊക്കെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും? അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത ശ്ലോകത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൃഷ്ണൻ ആ വഴി പറഞ്ഞു തരുന്നുണ്ട്.
അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം. ഉന്നിയ വേദവ്യാസ കവിത